ഹായ് ഡിയേഴ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. കുറേ കാലത്തിന് ശേഷം ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. ഇപ്പോൾ കുറച്ച് ഭയങ്കര ലാഗായിട്ടാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത്. ഒന്നാമത് ഞാൻ കുറച്ച് തിരക്കായിരുന്നു, പക്ഷേ ഇനി അങ്ങോട്ട് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പട്ടുപാവാട എങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. ഞാൻ ഈസി ആയിട്ടാണ് ഇത് പറഞ്ഞു തരുന്നത്. അതുമാത്രമല്ല പെർഫെക്റ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും. അപ്പോൾ നമുക്കതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ നോക്കാം. ഞാനിവിടെ 3.5 മീറ്റർ 3.5 മീറ്റർ ക്ലോത്ത് കൊണ്ടാണ് ഈ ഒരു സ്കേർട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. എൻ്റെ വേസ്റ്റ് 26 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ ശരിക്കും അതിൻ്റെ ഒരു 4 ഇരട്ടി അങ്ങനെയൊക്കെയാണ് എടുക്കേണ്ടത്. 4 ഇരട്ടി എന്നല്ല, 4 ഇൻറ്റു ചെയ്യുക, അങ്ങനെയാണ് ക്ലോത്ത് എടുക്കേണ്ടത്. പക്ഷേ ഞാനിവിടെ 3.5 മീറ്ററാണ് ക്ലോത്ത് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു 30 ഇഞ്ചൊക്കെ വേസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്കൊരു 3.5 മീറ്ററൊക്കെ മതിയാവും ക്ലോത്ത്. ഇനി ഈ ക്ലോത്തിനെ 4 ആക്കി മടക്കിയതിന് ശേഷം താഴത്തുനിന്ന് മുകളിലോട്ടോ ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നത്. സ്കേർട്ടിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 40.5 ഇഞ്ച് ലെങ്ത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് 40 എന്ന് പറയുന്നത് 40 എന്ന് പറയുന്നത് നമ്മുടെ ലെങ്ത്താണ്. പിന്നെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. അതൊന്ന് നേരെ നീട്ടി വരച്ച് കൊടുക്കുക, എന്നിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ശരിക്കും നമുക്ക് വേണ്ടത് 41 ഇഞ്ചാണ് ടോട്ടൽ സ്കേർട്ടിൻ്റെ ലെങ്ത്ത് വേണ്ടത്. അപ്പോൾ 40 ഇഞ്ച് നമ്മുടെ ഇതിൻ്റെ ലെങ്ത്തായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ബെൽറ്റ് നമ്മൾ 1 ഇഞ്ചിൻ്റെ ബെൽറ്റാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റ് 41 ഇഞ്ചാവും സ്കേർട്ടിൻ്റെ ടോട്ടൽ ലെങ്ത്ത്. ഇനി സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് ചെറിയ കട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സെൻറ്റർ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 2 ആക്കി മടക്കിയതിന് ശേഷം കറക്റ്റ് ഈ സെൻറ്റർ കുഞ്ഞതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ പറയുന്നതിന് വേണ്ടിയിട്ടാണെന്ന്. അതേപോലെ ഒരു പ്രാവശ്യം കൂടെ മടക്കുക. എന്നിട്ട് എഗെയിൻ ഇതിൻ്റെ സെൻറ്റർ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ആ സെൻറ്റർ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് പ്ലീറ്റ് ഇടുമ്പോൾ നമുക്ക് ഇത് ഒരു ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെൻറ്റർ കറക്റ്റായിട്ട് മനസ്സിലാവാൻ പറ്റും. അതിനനുസരിച്ച് തന്നെ പ്ലീറ്റ് ഇട്ട് പോവാം. അപ്പോൾ കണ്ടോ, നമ്മൾ 1 മീറ്റർ ആയിട്ടാവും അപ്പോൾ ആ കട്ട് ഉണ്ടാവുക. കണ്ടില്ലേ, 2 മീറ്ററിൽ ഒരു കട്ട് വന്നു, പിന്നെ 1 മീറ്ററിലായിട്ട് ഒരു കട്ട് വന്നു. ഇനി അത് നിവർത്തി ഒന്ന് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ഏറ്റവും എഡ്ജിലായിട്ടൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മളൊന്ന് ഫ്രീ ആയിട്ട് വിടണം. തയ്യൽ തുമ്പായിട്ട് തന്നെയാണ് വിടുന്നത്. എന്നിട്ട് ബാക്കിയായിട്ട് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ 3 ഇഞ്ചിൻ്റെ പ്ലീറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3 ഇഞ്ച് വെച്ചിട്ടാണ് നമ്മൾ പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് വലിയ പ്ലീറ്റാണ്, നമുക്കിതിൽ ചെറുതാക്കണമൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാം. ഞാൻ കുറച്ച് വലിയ പ്ലീറ്റായിട്ട് തന്നെ ഇട്ട് കൊടുത്തത്. ആദ്യത്തെ പ്ലീറ്റ് നമ്മൾ കറക്റ്റ് 3 ഇഞ്ച് തന്നെ മടക്കിയിട്ട് വീഡിയോയിൽ കാണാൻ അതേപോലെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. ഇനി രണ്ടാമത്തെ പ്ലീറ്റ് എടുക്കുമ്പോൾ നമ്മൾ 3 ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് പ്ലീറ്റ് എടുക്കുക. ശേഷം നമ്മുടെ ഇരട്ടി എടുത്തിട്ട് ഉള്ളോട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് ഇപ്പോൾ വീഡിയോയിൽ കാണാൻ അതേപോലെ തന്നെ കണ്ടോ. ഇങ്ങനെ 2 ഡബിളായിട്ടാണ് നമ്മൾ പ്ലീറ്റ് എടുക്കുന്നത്. ഒരു പ്ലീറ്റ് എടുത്തു, എന്നിട്ട് ബാക്കിയുള്ള പോർഷൻ മൊത്തം ഉള്ളോട്ടാക്കിയിട്ട് വെക്കുക ചെയ്യുന്നത്. ഇങ്ങനെ കേട്ടോ നമ്മൾ പ്ലീറ്റ് എടുത്ത് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പ്ലീറ്റ് എടുക്കുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് നല്ല പ്ലീറ്റ് കുറച്ചേ പുറത്തോട്ട് കാണുള്ളൂ, പക്ഷെ നല്ല ഫ്ലെയർഡായിട്ട് സ്കേർട്ട് നിൽക്കും. ഈ മെത്തേഡിലാണ് നമ്മൾ മൊത്തം പ്ലീറ്റ് എടുത്ത് പോകുന്നത്. നമ്മൾ 3 ഇഞ്ച് എടുക്കുക, എന്നിട്ട് അതിൻ്റെ ഇരട്ടി നമ്മൾ ഉള്ളോട്ട് വയ്ക്കുക. ആദ്യത്തെ പ്ലീറ്റ് തുടങ്ങുന്ന അങ്ങോട്ടേക്ക് ആക്കിയിട്ട് വയ്ക്കുക. അപ്പോൾ വീഡിയോ ഈ അടുത്തും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. ആദ്യം നമ്മളൊരു പ്ലീറ്റ് എടുത്തു, എന്നിട്ട് ഇവിടെ പിടിച്ചിട്ട് ഉള്ളോട്ട് നന്നായിട്ട് അതിൻ്റെ ഡബിൾ ഉള്ളോട്ടാക്കി നമ്മൾ വെച്ചു. എന്നിട്ട് ആദ്യത്തെ പ്ലീറ്റ് തുടങ്ങി അവിടെ വരെ വെക്കണം കേട്ടോ. രണ്ടാമത്തെ പ്ലീറ്റിൻ്റെ ഉള്ളോട്ട് കറക്റ്റ് ഇങ്ങനെ ആക്കി വെക്കുക. എന്നിട്ട് പിൻ ചെയ്ത് കൊടുക്കുക. നമ്മളിത് മൊത്തം ഇങ്ങനെ ചെയ്തിട്ടെടുക്കുക ചെയ്യുക. അപ്പോൾ കുറച്ചൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. നമ്മൾ ഉള്ളോട്ട് ആക്കി വെക്കുന്നത് കുറച്ചൊക്കെ ഒന്ന് നമ്മുടെ പ്ലീറ്റിനനുസരിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ലെങ്ത്തിനൊക്കെ അനുസരിച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതൊരു പ്ലീറ്റ് എടുക്കുക, എന്നിട്ട് എഗെയിൻ ഉള്ളോട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. മൊത്തം ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കറക്റ്റ് വേസ്റ്റ് എത്രയാണോ അത്ര ഇവിടെ ഇങ്ങനെ അളന്ന് നോക്കിയിട്ട് അത്ര പ്ലീറ്റ്സ് എടുത്ത് വെക്കുക. എക്സ്ട്രാ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്ക് ഈ മെത്തേഡ് വെച്ചിട്ട് മൊത്തം പ്ലീറ്റ് എടുത്തതിന് ശേഷം കാണാം. നമ്മൾ 2 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് പ്ലീറ്റ് ഇടാൻ സ്റ്റാർട്ട് ചെയ്തത്. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ 2 ഇഞ്ച് എക്സ്ട്രാ വിടണം പ്ലീറ്റ് ഇട്ടതിന് ശേഷം. അതേപോലെ നമ്മൾ പ്ലീറ്റ് ഇട്ട് ഇങ്ങനെ വരുമ്പോൾ എൻ്റെ വേസ്റ്റ് 26 ആണ് ഞാൻ പറഞ്ഞു. അപ്പോൾ 13 ഇഞ്ച് കറക്റ്റ് നമ്മൾ നേരത്തെ ക്ലോത്ത് കട്ട് ചെയ്തില്ലേ സെൻറ്ററിൽ, അവിടെ വന്ന് നിൽക്കണം. അപ്പോൾ ഇതേ നമ്മൾ പ്ലീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സൈഡിലും 2 ഇഞ്ച് വീതം എക്സ്ട്രാ നമ്മൾ വിട്ടിട്ടുണ്ട് തയ്യൽ തുമ്പിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ പ്ലീറ്റ് ചെയ്തതിൻ്റെ എഡ്ജിലൂടെ സ്റ്റിച്ച് കൊടുക്കുക. നമുക്ക് ഈ പ്ലീറ്റ് ഒന്ന് സെക്യൂറായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ നമ്മൾ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പ്ലീറ്റൊക്കെ ഒന്ന് സെക്യൂറായിട്ട് നിന്നോളൂ. നമുക്ക് ആ പിന്നൊക്കെ ഒന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഇത് സെക്യൂറാക്കി വെച്ചിട്ടുണ്ട്. ഈ നമ്മുടെ സ്കേർട്ടിൻ്റെ അടിവശത്ത് നമ്മുടെ ടോപ്പിൻ്റെ അതേ കളറുള്ള ക്ലോത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 5 ഇഞ്ചാട്ടോ ഇതിൻ്റെ വീതി എടുത്തിരിക്കുന്നത്.
പിന്നെ ലെങ്ത്ത് നമ്മുടെ ഈ സ്കേർട്ടിൻ്റെ എത്രയാണോ വേണ്ടത് അത്ര എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ 2 എഡ്ജ് വശവും ഒന്ന് ദേ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്യാം, ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് ഇത് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്, താഴെയും മുകളിലായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതേ നമ്മൾ സ്കേർട്ടിൻ്റെ അടിവശത്ത് ആ ക്ലോത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ പ്ലീറ്റ് എങ്ങോട്ട് അനങ്ങി പോവില്ല, നന്നായിട്ട് അയൺ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതേ കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ടൊന്ന് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്, നമുക്ക് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്കധികം പണിയൊന്നുമില്ല കേട്ടോ, നമുക്ക് സിമ്പിളായിട്ട് സ്കേർട്ട് ചെയ്തിട്ട് എടുക്കാവുന്നേ ഉള്ളൂ. കണ്ടില്ലേ, ഒന്നിങ്ങനെ കറക്റ്റായിട്ടൊന്ന് മടക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഏറ്റവും മുകൾ വശത്തായിട്ട് നമുക്കൊന്ന് ഗ്യാപ്പ് വിടണം. ഞാനവിടെ ഹുക്കാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു 5 ഇഞ്ച് മുകളിൽ നിന്ന് താഴോട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഗ്യാപ്പ് വിടുക. എന്നിട്ട് അതിൻ്റെ താഴോട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. 5 ഇഞ്ച് ഗ്യാപ്പ് മുകളിൽ നിന്ന് താഴോട്ട് വിട്ടതിന് ശേഷം താഴത്തോട്ട് അടിവശം വരെ ഏറ്റവും താഴെ വരെ നമുക്ക് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ മുകളിൽ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം താഴോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, താഴോട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോൾ ഇത് ഏറ്റവും മുകളിലായിട്ട് 5 ഇഞ്ച് നമ്മൾ ഗ്യാപ്പ് ഇട്ടല്ലോ, അവിടെ ഒന്നെങ്കിൽ സിബ്ബർ വെച്ച് കൊടുക്കുക. ഞാനിവിടെ ഹുക്കാണ് വെച്ച് കൊടുക്കുന്നത്. സിബ്ബർ വെച്ച് കൊടുത്താൽ എന്താ വെച്ചാൽ നമുക്കൊന്ന് ടൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ സിബ്ബർ പ്രിഫർ ചെയ്യാത്തത്. ആദ്യം തന്നെ നമ്മുടെ ഓപ്പണിംഗ് ഉണ്ടല്ലോ, 2 സൈഡിലോട്ടും ആ സ്റ്റിച്ച് ചെയ്ത ബാക്കിയുള്ള പോർഷൻ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ശേഷം അതേ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഡബിൾ ഫോൾഡ് ചെയ്താണ് കൊടുക്കുന്നത്. 2 സൈഡിലോട്ട് നമ്മൾ ചുരിദാറിൻ്റെ സ്ലിറ്റൊക്കെ ചെയ്യില്ല, അതേപോലെ തന്നെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. 2 വശവും ഇങ്ങനെ ചെയ്ത് വെക്കുക കേട്ടോ, ഈ സൈഡും പിന്നെ അപ്പുറത്തെ സൈഡും, റൈറ്റും ലെഫ്റ്റും അതേപോലെ തന്നെ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് ഇതേ പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഒരു വശം ഇങ്ങനെ തുടങ്ങി താഴെ ഇങ്ങനെ ഒന്നാക്കിയിട്ട് മുകൾ വരെ പിന്നെ അപ്പുറത്തെ സൈഡ് വരെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ഓപ്പണിങ് സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. 2 സൈഡും കണ്ടില്ലേ, നമ്മൾ നല്ല നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്ക് ബെൽറ്റ് വെച്ച് കൊടുക്കണം. ബെൽറ്റ് വെച്ച് കൊടുക്കണം. ഈ സെയിം ക്ലോത്തോണ്ടല്ലേ നമ്മൾ ബെൽറ്റ് വെച്ച് എടുക്കുന്നത്. ഒരു 3 ഇഞ്ച് വീതിയുള്ള ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. നമുക്ക് ബെൽറ്റ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ ബെൽറ്റ് വെച്ച് കൊടുക്കാൻ വേണ്ടി നല്ല ഭാഗത്ത് വേണം കേട്ടോ ക്ലോത്ത് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബെൽറ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഈ ക്ലോത്ത് ഇങ്ങനെ നമ്മുടെ സ്കേർട്ടിന് നല്ല വശത്ത് വേണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതേ ഒന്നിങ്ങനെ കവർ ചെയ്ത പോലെ ചെയ്തിട്ട് നമ്മൾ എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ പിൻ ചെയ്ത് വന്നപ്പോൾ കുറച്ച് എക്സ്ട്രാ ക്ലോത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്യാൻ കണ്ടേ, ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ വേണ്ടി എത്രയാണോ വേണ്ടത് അത്ര വിട്ടിട്ട് ബാക്കി ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഞാനൊരു 1 ഇഞ്ചോളം ഇടുന്നുണ്ട് കേട്ടോ, ബാക്കി കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതേ നമ്മൾ മൊത്തം പിൻ ചെയ്തിട്ടുണ്ട്. ഇനി എഡ്ജിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് സെക്യൂർ ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. ഇനി ആ നല്ല വശം ആ ക്ലോത്ത് മൊത്തം ഒന്ന് പുറത്തോട്ട് എടുക്കണം, പുറത്തോട്ടൊന്ന് നിവർത്തിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ എഡ്ജസ് ഉണ്ടല്ലോ, നമ്മുടെ ആ ഓപ്പണിംഗ് ഒക്കെ വിട്ടില്ലേ, അവിടെയൊക്കെ നല്ല ക്ലീനായിട്ട് നീറ്റായിട്ട് കിട്ടും. അപ്പോൾ അതേ മൊത്തം ഓപ്പൺ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ എഡ്ജ് വാഷ് ബെൽറ്റിൻ്റെ എഡ്ജ് വാഷ് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഉള്ളോട്ടാക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ നോർമലായിട്ട് ചെയ്യുന്ന പോലെ തന്നെ അതൊന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൊത്തം ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എഡ്ജ് വശം ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്യുക, എന്നിട്ട് മൊത്തം ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക, എന്നിട്ടൊന്ന് പിൻ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതേ നമ്മൾ മൊത്തം പിൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, ഫോൾഡ് ചെയ്ത് പിൻ ചെയ്തിട്ട് എടുത്തു. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതേ ഒരു വശം ഇങ്ങനെ തുടങ്ങി ഇത് താഴത്തൂടെ ആദ്യം താഴത്തൂടെ ഇത് ഇങ്ങനെ കൊണ്ടുപോയിട്ട് റൗണ്ടാക്കിയിട്ട് ഇത് ഇപ്പുറത്തെ എഡ്ജ് വശം വരെ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് മുകളിൽ കൂടെ ഈ ഒരു എഡ്ജ് വശം കൂടെ സ്റ്റിച്ച് ചെയ്യാം.
ബെൽറ്റിൻ്റെ താഴെയും മുകളിലായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്, ബെൽറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സൈഡിൽ ഹുക്കും ലൂപ്പും വെച്ച് കൊടുക്കാം. നമ്മൾ സ്കേർട്ടിനൊക്കെ വെക്കുന്ന ടൈപ്പ് തന്നെ വെച്ച് കൊടുക്കുന്നത്. അതുകൊണ്ട് വെച്ച് കൊടുത്താൽ നമ്മുടെ സ്കേർട്ട് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് നിൽക്കും. നല്ല ഷേപ്പിൽ താഴോട്ട് നല്ല ഫ്ലെയർഡായിട്ട് തോന്നിക്കുകയും ചെയ്യും. നമ്മൾ സ്റ്റിച്ചിങ് ചെയ്ത് കഴിഞ്ഞിട്ട് അയൺ ചെയ്യുന്നതിനേക്കാളും നല്ലത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ പ്ലീറ്റ് എടുക്കുമ്പോൾ തന്നെ അങ്ങോട്ട് അയൺ ചെയ്യുന്നതാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈവൻ വാഷ് ചെയ്താൽ പോലും ആ ഒരു പ്ലീറ്റ് പോവില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി, യൂസ്ഫുള്ളായി, ഹെൽപ്ഫുള്ളായി എന്നൊക്കെ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്ത് പറയാം കേട്ടോ. സോ ഗൈസ്, സീ യു ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.